എത്ര മണി ഉണ്ടായാലും നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം എന്നില്ലല്ലോ. അൾട്ടിമേറ്റ്ലി മണി എല്ലാവർക്കും ആവശ്യമാണ്, എനിക്കും കംഫർട്ട് ആവശ്യമാണ്. നമുക്കൊരു കംഫർട്ടബിൾ ജീവിതം ഉണ്ടെങ്കിലേ നമുക്ക് ആർട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. പക്ഷെ ഇത് മാത്രമല്ലല്ലോ ഒബ്ജക്റ്റീവ്. ഇപ്പം വലിയ വലിയ സിംഗേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ചിത്ര ചേച്ചി ആയാലും ലതാജി ആയാലും ശ്രേയാജി ആയാലും ഇവരൊക്കെ ചെറുപ്പത്തിൽ ദാസേട്ടനായാലും എത്രയോ മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാച്ചുറലി ഫെയിമും മണിയും കെയിം ടു ദം. അപ്പം അങ്ങനെ ഉണ്ടല്ലോ, സരസ്വതീനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലക്ഷ്മി വരില്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇപ്പം കാലൊക്കെ മാറി. പക്ഷെ നമ്മൾ പഴയ രീതിയിൽ തന്നെ. പക്ഷെ നമ്മള് എന്തൊക്കെ പറഞ്ഞാലും അതിപ്പോ നമുക്ക് എത്രത്തോളം റെസ്പെക്ട് വേണം എന്നുള്ളതനുസരിച്ചിരിക്കും. നമ്മുടെ ഒരു ലെഗസി വാല്യൂ എത്രത്തോളം വേണം എന്നുള്ളതനുസരിച്ചിരിക്കണം. ഇപ്പൊ ഒരു 80-ാം വയസ്സിലും നമുക്ക് റെസ്പെക്റ്റും ലെഗസി വാല്യൂ ആവശ്യമുണ്ടെങ്കിൽ നമ്മള് ആർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും.